ദക്ഷിണ കൊറിയയും തേച്ച് ട്രംപ്, അതായത് എന്തൊക്കെയോ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ അവസാനം പഴയ പരിപാടിയെ പറ്റിച്ച് തേച്ച് പണ്ടാരം അടങ്ങി. ഇയാൾ ഈ ശാപമൊക്കെ എവിടെ കൊണ്ട് വയ്ക്കും? പ്രശ്നമായത് ഈ ഇന്ത്യക്കെതിരെ താരിഫ് പ്രഖ്യാപിച്ചല്ലോ. അതായത് ട്രംപ് ഈ അധികാരത്തിൽ വന്നു കഴിഞ്ഞ ജനുവരിയിലാണ്. ഈ ഫെബ്രുവരിയിലോ മറ്റോ പുള്ളി ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. അത് അമേരിക്കയുമായിട്ട് വ്യാപാര കമ്മിയുള്ള, അതായത് അമേരിക്കയിലോട്ട് കൂടുതലായിട്ട് സാധനങ്ങൾ കയറ്റി അയക്കുകയും അമേരിക്കയിൽ നിന്ന് അധികം വാങ്ങാത്ത രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം കുറേ രാജ്യങ്ങളുടെ ലിസ്റ്റ് പുള്ളിക്കാരൻ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഒരു 90 ദിവസത്തെ സാവകാശം കൊടുത്തു. ഇതിനുള്ളിൽ അമേരിക്കയുമായിട്ടൊരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അവർക്കെതിരെ വലിയ രീതിയിൽ റെസിപ്രോക്കൽ ടാക്സ്, അതായത് പ്രതികാര ചുങ്കം ചുമത്തും എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. ഇപ്പോൾ ഈ ഭീഷണി കേട്ട് പേടിച്ച് പല രാജ്യങ്ങളും ട്രംപുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി. ഇപ്പോൾ ഇന്ത്യ അടക്കം പല ചർച്ചകൾ നടത്തിയെങ്കിലും അമേരിക്കയുടെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ത്യ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ദക്ഷിണ കൊറിയ അങ്ങനെയല്ല. ദക്ഷിണ കൊറിയ വല്ലാണ്ടങ്ങ് പേടിച്ചു, ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു. പ്രധാനമായിട്ടും ചെയ്തത് ഈ അമേരിക്കയിൽ നിന്നുള്ള മാംസ ഉൽപ്പന്നങ്ങളുണ്ട്, അതായത് ഇറച്ചി, അതിൻ്റെ ഇറക്കുമതിക്ക് വലിയ രീതിയിലുള്ള നികുതി ഇളവ് ദക്ഷിണ കൊറിയ പ്രഖ്യാപിച്ചു. ബോയിങ്ങിൻ്റെ കുറേ വിമാനങ്ങൾ വാങ്ങാമെന്ന് സമ്മതിച്ചു. ഇതുകൂടാതെ അമേരിക്കയിൽ ബില്യൺ കണക്കിന് ഡോളർ നിക്ഷേപം നടത്താമെന്നും ദക്ഷിണ കൊറിയ സമ്മതിച്ചു. അങ്ങനെയാണ് ദക്ഷിണ കൊറിയ ഈ താരിഫ് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവർക്ക് സ്വീകാര്യമായ ഒരു താരിഫിലേക്ക് അമേരിക്കയുമായി സെറ്റിൽമെൻറ്റിലെത്തി. അപ്പോൾ കാര്യങ്ങൾ വളരെ സുഗമമായി പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ട്രംപിന് മറ്റൊരു നയം കൂടിയുണ്ട്. അതായത് അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയിരിക്കുന്നവരെ നാട് കടത്തും. ഒരു വർഷം 10 ലക്ഷം പേർ. അങ്ങനെ പുള്ളിയുടെ 4 വർഷം കൊണ്ട് 40 ലക്ഷം പേരെ അമേരിക്കയിൽ നിന്ന് നാട് കടത്തും എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്രഖ്യാപിത നയം. അതായത് അമേരിക്ക എന്ന് പറയുന്ന വളരെ അതിസമ്പന്ന രാഷ്ട്രം എന്നാണല്ലോ പറയുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ടല്ലോ. കാര്യം അവർ കണക്കാക്കുന്ന കേരളം വളരെ സമ്പന്നമായ ഒരു രാഷ്ട്രം, ഇവിടെ സാധാരണ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല, അതുകൊണ്ട് അവരിവിടെ വന്ന് പണിയെടുക്കുന്നു എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. സമാന അവസ്ഥ തന്നെയാണ് അമേരിക്കയിൽ അതിസമ്പന്നന്മാരായ കുറേ അധികം പേർ, അല്ലെങ്കിൽ വളരെ സമൃദ്ധമായ ചില ഫാക്ടറികൾ അമേരിക്കയിൽ പലതുമുണ്ട്. അവിടെയൊക്കെ പണിയെടുക്കാൻ അമേരിക്കക്കാരെ കുറഞ്ഞ വേതനത്തിൽ കിട്ടില്ല. അപ്പോൾ കുറഞ്ഞ വേതനത്തിൽ പണിയെടുക്കാനായിട്ട് പുറത്തുനിന്ന് ആളുകളെ വേണം. ഇതാണ് പൊതുവെയുള്ളൊരു കാഴ്ചപ്പാട്. ബംഗാളികളാണ് മറ്റ് രാജ്യക്കാരല്ലേ? അമേരിക്കയിലല്ല, മലയാളികളടക്കം പ്രവാസികളെന്ന് നമ്മൾ പറയുന്നവരെല്ലാവരും അവിടുത്തെ ബംഗാളികളാണ്. അത് പറയുമ്പോൾ ഒരു വാട്ടമുണ്ട്. പോട്ടെ, ധന്യയുടെ ഭർത്താവ് ഒരു പ്രവാസിയാണ് കേട്ടോ. ശരി. അപ്പോൾ ഇവിടെ അമേരിക്കയുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഇതാണ്: അനധികൃതമായി അവിടെ കുടിയേറിയിരിക്കുന്നവരെ നാട് കടത്തും, വർഷം 10 ലക്ഷം പേരെ. അപ്പോൾ നാട് കടത്തുന്നതിന് മുമ്പായിട്ട് അവരെ ഡിറ്റൻഷൻ സെൻറ്ററുകൾ, അതായത് തടങ്കൽ പാളയങ്ങളിൽ താമസിപ്പിക്കും. അതിനു വേണ്ടിയിട്ട് ട്രംപ് പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഈ അനധികൃത കുടിയേറ്റക്കാർ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അങ്ങനെ വമ്പൻ പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ കുറേ പേരെ കൈകാലുകൾ ബന്ധിച്ച് ചങ്ങലയിൽ ബന്ധിച്ച് അമേരിക്കൻ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് നടതള്ളിയിട്ട് പോയത് നമ്മൾ കണ്ടതാണല്ലോ. ഇതേപോലെ അമേരിക്കയുടെ ഈ പറയുന്ന ഈ ഇമിഗ്രേഷൻ അല്ല, നമ്മുടെ ഈ തൊഴിൽ മന്ത്രാലയം, അവർ ഒരു റെയ്ഡ് നടത്തി. സ്ഥലം ജോർജിയയാണ്. നമ്മുടെ ഹുണ്ടായി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കാർ ഹുണ്ടായി. അവർക്ക് കാറുകൾ മാത്രമല്ല വേറെ പല സംഗതികളും ഉണ്ട്. അപ്പോൾ ഹുണ്ടായും LG എന്ന് പറയുന്ന കമ്പനിയുമായിട്ടൊരു സംയുക്ത സംരംഭമുണ്ട് ജോർജിയയിൽ. LG ഗ്യാസ് കമ്പനിയാണോ? അല്ലല്ല, നമ്മുടെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ. LGയുടെ വാഷിംഗ് മെഷീൻ, TV. യെസ്. അപ്പോൾ ആ LGയുമായിട്ട് അവർക്കൊരു പാർട്ണർഷിപ്പ്. അതെ, അത് LPG. അപ്പോൾ ഇവിടെ ജോർജിയയിൽ ഇവരുടെ ഒരു ഫാക്ടറി ഉണ്ട്. നമ്മുടെ ഇതേപോലെ ബാറ്ററി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ബാറ്ററി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഫാക്ടറി. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം. അവരുടെ ലക്ഷ്യം ഒരു വർഷം 3 ലക്ഷം കാറുകൾക്ക് വേണ്ട അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് വേണ്ട ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റാണ് അവർ ഉദ്ദേശിച്ചത്. ഏതാണ്ട് 4.3 ബില്യൺ വരുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ ഇത് ദക്ഷിണ കൊറിയൻ ഒരു സംരംഭമാണല്ലോ ഹുണ്ടായി എന്ന് നമുക്കറിയാം. അവരും LGയുമായിട്ട് സഹകരിച്ച് ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച് നടപ്പിലാക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവിടെ ഈ അമേരിക്കയുടെ തൊഴിൽ മന്ത്രാലയം അവിടെ പോയി ഒരു പരിശോധന നടത്തിയിട്ട് ഒരു 475 പേരെ അറസ്റ്റ് ചെയ്തു. അവർക്ക് മതിയായ രേഖകളില്ല എന്നാണ് വാദം. ഈ 475 പേരിൽ വലിയ ഭൂരിപക്ഷവും വരുന്നത് ദക്ഷിണ കൊറിയക്കാരാണ്.
അപ്പോൾ ഇവരെ ഈ ചങ്ങലയിൽ ബന്ധിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയി ഈ പിടിച്ചുകൊണ്ട് പോകുന്നവരെ കൊണ്ടുപോകുന്ന ബസ് കൊണ്ടുവന്നിരുന്നു. അതിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഈ ദക്ഷിണ കൊറിയയിൽ പ്രചരിക്കപ്പെട്ടു. അവിടുത്തെ വാർത്താ മാധ്യമങ്ങളിൽ പ്രധാന വാർത്തയെ തലക്കെട്ടോടുകൂടി ഇത് പ്രസിദ്ധീകരിച്ചു. പത്രങ്ങൾ മുഴുവൻ വലിയ കോലാഹലമായി. അതായത് അമേരിക്കയെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ട് നമ്മൾ വഞ്ചിതരായി, അവരെ വമ്പൻ തോതിൽ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ശതകോടിക്കണക്കിന് രൂപ നിക്ഷേപമൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പരിഗണന ഇതാണ് എന്ന തരത്തിൽ വലിയ വാർത്ത വന്നു. അപ്പോൾ ദക്ഷിണ കൊറിയക്കാർ ഇപ്പോൾ കടുത്ത അസ്വസ്ഥരാണ്. അവർ വഞ്ചിക്കപ്പെട്ടു എന്നൊരു എന്താ പറയുക മാനസിക നിലയിലാണ് ദക്ഷിണ കൊറിയൻ ഭരണകൂടമുള്ളത്. അപ്പോൾ ഇതിൽ അമേരിക്ക പറയുന്നൊരു ന്യായീകരണമുണ്ട്. ഈ പിടിയിലായവർ അവരുടെ വിസയിൽ ഉള്ള പ്രശ്നമാണ്. ഈ പിടിയിലായവരെല്ലാവരും ഏറെക്കുറെ ESTA അല്ലെങ്കിൽ B1 എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട വിസയാണ്. അതായത് അവർ ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ബിസിനസ് കൂടിക്കാഴ്ചകൾ നടത്താനുള്ള അവകാശമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളിൽ നിർമ്മാണ തൊഴിലിൽ ഏർപ്പെടാനായിട്ട് അവകാശമില്ല. അത്തരത്തിൽ അവകാശമുള്ള വിസ വേണമെങ്കിൽ അത് H1B വിസയായിരിക്കണം. പക്ഷേ ആ വിസയല്ല ഈ പിടിയിലായവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. ഈ H1B വിസ എന്ന് പറയുന്നത് നമ്മുടെ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ഈ വിസകൾ കൊടുക്കുന്നത് പരമാവധി നിരുത്സാഹപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇത്തരത്തിൽ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ ഈ മറ്റ് ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട വിസ കൈവശമുള്ളവരായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരെയൊക്കെയാണ് ഇപ്പോൾ പിടികൂടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ദക്ഷിണ കൊറിയൻ ഭരണകേന്ദ്രം അല്ലെങ്കിൽ അവരുടെ ഭരണകൂടം ഒരു നിലപാട് സ്വീകരിച്ച് അവരവരുടെ കടുത്ത പ്രതിഷേധം അമേരിക്ക അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പൗരന്മാർക്ക് മാന്യമായ പരിഗണന കിട്ടണം, അവരെ ഈ ഇന്ത്യയിൽ ചെയ്തതുപോലെ സൈനിക വിമാനത്തിൽ കുത്തി നിറച്ച് ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്ന പരിപാടി പറ്റില്ല, ഞങ്ങളൊരു ചാർട്ടേഡ് വിമാനം അങ്ങോട്ട് അയക്കാം, അതിൽ അവരെ കയറ്റി മടക്കി അയച്ചുള്ളൂ എന്നാണ് ദക്ഷിണ കൊറിയ പറയുന്നത്. അപ്പോൾ ട്രംപിനെ നമ്പിനേൻ ഉജ്ജ്വലമായി പ്രകടനം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയക്കുള്ള നാളെ ഇന്ത്യ ഇപ്പൊ പകരചുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രതികാരം വേണ്ട എന്ന രീതിയിൽ ഇന്ത്യ തല കുനിച്ചാലും നാളെ ഇന്ത്യയുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അതായത് അമേരിക്കയ്ക്ക് എപ്പോഴും അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇപ്പോൾ എത്രയൊക്കെ നമ്മളോട് സൗഹൃദം സ്ഥാപിച്ചാലും, എത്രയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ചങ്കാണ് എന്ന് മോദിയെക്കുറിച്ച് ട്രംപ് പറഞ്ഞാലും, ട്രംപിൻ്റെ അമേരിക്കക്കാരൻ്റെ ഉള്ളിലിരിപ്പ് എന്തെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ CPM-കാരൊക്കെ പറയൂല സാമ്രാജ്യത്വ അജണ്ട, അതെന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് അവരുടെ താല്പര്യങ്ങൾ. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണല്ലോ ട്രംപിന്റെ മുദ്രാവാക്യം. എല്ലാ തരത്തിലും അമേരിക്ക മുൻപന്തിയിൽ വരണം, അതായത് മറ്റുള്ളവൻ്റെയൊക്കെ നെഞ്ചത്ത് ചവിട്ടി അമേരിക്കയ്ക്ക് നിൽക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ പ്രഖ്യാപിത നിലപാട്. അതിപ്പോൾ ദക്ഷിണ കൊറിയ എന്ന് പറയുന്നത് താരതമ്യേന അത്ര വലിയ ഒരു എന്താ പറയുക ഒരു ശക്തി ഉള്ള രാജ്യമൊന്നുമല്ല. ഇപ്പോൾ ഈ നിലപാട് ഇപ്പോൾ റഷ്യക്കെതിരെയോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയോ ഒക്കെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ ട്രംപിന് രണ്ടാമത് ആലോചിക്കേണ്ടി വരും. പക്ഷേ ഇത്തരമുള്ള ചെറു രാജ്യങ്ങളെ കൃമികീടങ്ങളെ പോലെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്.